കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഉത്തരകാണ്ഡം 6-ാം സർഗം 50-ാമത്തെ ശ്ലോകം ചെയ്തു. അതിൽ പറഞ്ഞ എന്താ വെച്ചാൽ, ഇങ്ങനെ ഈ സംസാര സാഗരം തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ദുഃഖം ഒട്ടുമില്ലാതെ ഈ സംസാരത്തിൽ ഇരിക്കാൻ ഒരേ ആളെ പ്രാപിക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. അതാരാണ്? ആ ഭഗവാൻ തന്നെ. അതായത് നമ്മുടെ എല്ലാ സങ്കല്പങ്ങളെയും നിശേഷം ശമിപ്പിച്ചിട്ട്, എല്ലാ സങ്കല്പങ്ങളെയും നിശേഷം ശമിപ്പിച്ച് സമസ്ത സങ്കല്പത്തിൻ്റെയും നാശത്തിൽ മാത്രമേ ആത്മാനന്ദം അനുഭവപ്പെടുകയുള്ളൂ. വേറൊരു ഉപായവും ഇല്ല. അതായത് നമുക്ക് ഈ ഇങ്ങനെ ആത്മസുഖം പ്രാപിക്കാൻ നമ്മളുടെ എല്ലാ സങ്കല്പങ്ങളെ, അതായത് മനസ്സിനെ തന്നെ നമ്മൾ ശമിപ്പിക്കണം. മനസ്സിലൊന്നും പൊന്താതെ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആത്മാനന്ദം അനുഭവമാകുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി നമുക്ക് 51, 52, 53 കൂടിയുള്ളൂ ഈ ഒരു സർഗത്തിൽ. അത് ചെയ്യാം. സങ്കൽപ്പതന്തൗ നിഖിലാ ഭാവാ പ്രോതാ കിലാനഖ ഛിന്നേ തന്തൗ ന ജാനീമ ക്വയാന്തി വിഭവാ പരാഹ. അനഘ, നിഷ്പാപമില്ലാത്തവനെ, സങ്കൽപ്പതന്തൗ, ഈ സങ്കല്പമാകുന്ന ആ നൂലിൽ നിഖിലാഭാവ, സമസ്ത ഭാവങ്ങളും, പ്രോതാഹ കില, ഈ സങ്കല്പങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ സംസാര ബന്ധം ഉണ്ടാവണം. മനസ്സിൽ പൊങ്ങി വരുന്ന സങ്കല്പ വികല്പങ്ങളെ ശരിക്കും പറയാച്ച ഈ സംസാരബന്ധം ആകുന്ന കയറ് അതാണ്. സംസാരമായിട്ട് നമ്മളെ ബന്ധിക്കുന്ന കയറാണ് മനസ്സിലെ ഈ സങ്കല്പങ്ങൾ. തന്തൗ ഛിന്നെ, ആ ഒരു കയറിനെ അല്ലെങ്കിൽ നൂലിനെ പൊട്ടിച്ചാൽ, നശിപ്പിച്ചാൽ, പരാഹ വിഭവാഹ, ഉത്കൃഷ്ടങ്ങളായ വിഭവങ്ങൾ, ക്വയാന്തി ഇതി ന ജാനീമ, എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അതായത് ഈ സർവ സംസാര വിഷയങ്ങളുടെയും കാരണം ഈ സങ്കല്പമായതുകൊണ്ട് അത് നശിച്ചാൽ മാത്രമേ സംസാരം നശിക്കുള്ളൂ എന്ന് ഉറപ്പാണ്. ഹേ പാപരഹിത, ഈ സങ്കല്പമാകുന്ന നൂലിൽ സംസാരത്തിൻ്റെ കാരണങ്ങളായ സകല ഭാവങ്ങളും കോർത്തിരിക്കുകയാണ്. ആ സങ്കല്പമാകുന്ന നൂലിലാണ് സംസാരത്തിൻ്റെ എല്ലാ ഭാവങ്ങളും കോർത്ത് വെച്ചിരിക്കുന്നത്. ആ നൂലറ്റുപോയാൽ ആ ഭാവങ്ങളും നശിക്കും. അതായത് നമ്മളെ എല്ലാ ഭാവങ്ങളും നശിക്കും, നമുക്ക് ആത്മാനന്ദ അനുഭവമാകുന്ന സങ്കല്പം ആ മനസ്സിന് തന്നെ അടക്കാൻ പറയണത് കേട്ടോ. മനസ്സിലെ സങ്കല്പങ്ങളെയാണ് സംസാര കാരണങ്ങളായ സകലതും, ഈ സംസാരത്തിന് കാരണമായിട്ടുള്ള സകല ഭാവങ്ങളും, അഹന്തയും മമതയും കാമക്രോധ ലോഭ മത മോഹ മാത്സര്യങ്ങളും, പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ വികാര ഭാവങ്ങളും ഈ സങ്കല്പമാകുന്ന നൂലിൽ ആണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെയാണ് സംസാരമായിട്ട് ബന്ധിച്ചിരിക്കുന്നത്. അപ്പം അത് നശിച്ചാൽ, ആ നൂല് അറ്റുപോയാൽ എല്ലാ ഭാവങ്ങളും നശിക്കും. സങ്കല്പതന്തൗ നിഖില ഭാവാ പ്രോതാ കിലാനഖ, കോർത്തിരിക്കുകയാണ് ആ നൂലിൽ, സങ്കല്പമാകുന്ന നൂലിൽ. ഛിന്നേ, അതിനെ അതായത് നശിപ്പിച്ചാൽ, അത് അറ്റുപോയാൽ, തന്തൗ ന ജാനീമ ക്വയാന്തി വിഭവാ പര, ആ ഭാവങ്ങൾ നശിക്കുമെന്നതിൽ സംശയമില്ല. 52. നിസ്സങ്കൽപ്പോ യഥാ പ്രാപ്ത വ്യവഹാരപരോ ഭവ ക്ഷയേ സങ്കൽപ്പജാലസ്യ ജീവോ ബ്രഹ്മത്വമാപ്നുയാത്. നിസ്സങ്കൽപ്പ, സങ്കല്പം ഇല്ലാതെ സങ്കല്പരഹിതനും, യഥാപ്രാപ്ത വ്യവഹാര പരഹ ഭവ, ഈ
സംഭവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ തൽപരനുമായിട്ട് ഭവിച്ചാലും, അതായത് നമ്മൾ സങ്കല്പങ്ങളെ കൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, തന്നെ എതിർച്ഛയാ ഇങ്ങനെ സംഭവാനുസരണം എന്ന് പറഞ്ഞില്ലേ, എതിർച്ഛയാ പ്രവർത്തിക്കുന്നതിൽ തൽപരനായിട്ട് ഭവിച്ചാലും സങ്കല്പജാലസ്യാക്ഷയെ, സങ്കല്പ സമൂഹങ്ങളുടെ നാശത്തിൽ ജീവ ബ്രഹ്മത്വം ആപ്നുയാൽ, ജീവൻ ബ്രഹ്മഭാവത്തെ പ്രാപിക്കും. അതായത് ഈ സംസാര കാരണം സങ്കല്പമാണെന്ന് പറഞ്ഞുല്ലോ, അതുകൊണ്ട് നമ്മൾ എല്ലാ സങ്കല്പങ്ങളെയും ഇല്ലാതെയാക്കണം, സങ്കല്പരഹിതന്മാരാവണം. എന്നാൽ പിന്നെ ആ സങ്കല്പം ഒന്നുമില്ല, നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ള സങ്കല്പം ഇല്ല വെച്ചാൽ എതിർച്ഛയാ വരുന്ന സുഖദുഃഖാദികളെയൊക്കെ അനുസരിച്ച് അപ്പം ഇങ്ങനെ ഓരോന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത് വേണം ചിന്നത് ചെയ്യുക, ഇന്നത് വേണ്ട ചിന്നത് ചെയ്യുക. അത് വേണ്ട. എതിർച്ഛയാ നമുക്ക് വരുന്ന സുഖദുഃഖാനുഭവങ്ങളെയൊക്കെ അംഗീകരിച്ച് അപ്പം നമ്മൾ ചെയ്യേണ്ടതായിട്ട് നമ്മളെ ചെയ്യിപ്പിക്കുന്നുണ്ട് പ്രകൃതി തന്നെ. അതൊക്കെ ചെയ്ത് സങ്കല്പമില്ലാതെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് സന്തോഷമായിരിക്കൂ. സകല സങ്കല്പവും നശിക്കുമ്പോൾ ജീവൻ ബ്രഹ്മ ഐക്യം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് ജീവാത്മാവ് ബ്രഹ്മ ഐക്യം പ്രാപിക്കുക? നമ്മുടെ എല്ലാ സങ്കല്പവും നശിക്കുമ്പോൾ. അതിന് എന്താണ് ഒരു വഴി പറയണത്? ഈ സംസാരത്തിന് കാരണം സങ്കല്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് എതിർച്ഛയാ വരുന്ന സുഖദുഃഖാദികളെ അംഗീകരിച്ച് അതിനനുസരിച്ച് അപ്പം നമ്മളെ കൊണ്ട് എന്ത് പ്രകൃതി ചെയ്യിപ്പിക്കുന്നു അതുമാത്രം ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ സങ്കല്പങ്ങളും പൂർണ്ണമായി നശിക്കുമ്പോൾ ജീവാത്മാവ് ബ്രഹ്മൈക്യം പ്രാപിക്കും. നിസ്സങ്കൽപ്പോ യഥാ പ്രാപ്ത വ്യവഹാരപരോ ഭവ ക്ഷയേ സങ്കല്പജാലസ്യ ജീവോ ബ്രഹ്മത്വമാപ്നുയാൽ. ഈ സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകം അധിഗത പരമാർത്ഥതാമുപേത്യ പ്രസഭമഭാസ്യ വികൽപ്പജാലമുച്ചൈഃ അധിഗമയപദം തദദ്വിതീയം വിതത സുഖായ സുഷുപ്ത ചിത്തവൃത്തി. എന്താണ് പറയണത്? അധിഗത പരമാർത്ഥതാം ഉപേത്യ, ഇങ്ങനെ അറിഞ്ഞിട്ടുള്ള ഇപ്പം പരമാർത്ഥം അറിഞ്ഞുല്ലോ, ഈ പരമാർത്ഥം അറിഞ്ഞവൻ ആ പരമാർത്ഥത്തിൽ തന്നെ സ്ഥിതി പ്രാപിച്ചിട്ട് ആ പരമാർത്ഥം നല്ലോണം അറിഞ്ഞ് അതിൽ തന്നെ വർത്തിച്ചിട്ട് ഉച്ചൈഹി വികൽപ്പജാലം, തള്ളി നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്ന സങ്കല്പ വികൽപ്പങ്ങളെ പ്രസഭം അപാസ്യ, ബലാത്കാരേണ, സമ്മതിക്കരുത് വരാൻ മനസ്സിൽ, അങ്ങനെ ബലാത്കാരേണ ത്യജിച്ചിട്ട് വിതത സുഖായ, വിച്ഛിത്തിയില്ലാതിരിക്കുന്ന സുഖത്തിനായിക്കൊണ്ട്, അതായത് യാതൊരു വിഘ്നമില്ലാത്ത സുഖം, അതായത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വിഘ്നമില്ലാതെ വരുന്ന സുഖത്തിനായിക്കൊണ്ട് സുഷുപ്ത ചിത്തവൃത്തി, ആ ശാന്തമായ സുഷുപ്തിയിലത്തെ പോലെ ശാന്തമായ ചിത്തവൃത്തിയോട് കൂടിയവനായിട്ട് അദ്വിതീയം തത്പദം, ആ അദ്വിതീയമായ പദത്തെ അധികമായ പ്രാപിച്ചാലും. എന്താ പറയണേ? ഈ ഇപ്പം പറഞ്ഞ നാശരഹിതമായിട്ടുള്ള ഈ ബ്രഹ്മതത്വത്തെ നന്നായി മനസ്സിലാക്കിയിട്ട് സങ്കല്പങ്ങളെ മുഴുവൻ ബലാൽ ഉപേക്ഷിച്ച് ആ ഒരു അവിഘ്നമായ ആനന്ദസ്വരൂപമായ അദ്വിതീയ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചാലും അതിന് നിരന്തരമായിട്ട് നമ്മൾ മനനവും നിധിധ്യാസനവും ചെയ്യണം. ചിത്തവൃത്തിയെ നമ്മൾ മുഴുവൻ നശിപ്പിക്കണം. ചിത്തവൃത്തി നിരോധം പൂർണ്ണമാവണം. പൂർണ്ണമായ ചിത്തവൃത്തി നിരോധം വേണം. അങ്ങനെ അല്ലാതെ നമുക്ക് സാധിക്കില്ല അത്. അപ്പോൾ ഈ നാശരഹിതമായ ബ്രഹ്മതത്വത്തെ നല്ലോണം അറിഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറൊന്നുമില്ല. എൻ്റെ മനസ്സങ്കല്പം നശിച്ചാൽ മാത്രമേ ഞാൻ ആ ബ്രഹ്മത്തമായിട്ട് ഐക്യം പ്രാപിക്കുള്ളൂ എന്ന് നന്നായി അറിഞ്ഞിട്ട് മനസ്സിൽ വരുന്ന സങ്കല്പ വികല്പങ്ങളെ ശാസിച്ച് അകറ്റി അദ്വിതീയ ബ്രഹ്മത്തെ നീ സാക്ഷാത്കരിച്ചാലും അതിന് നമുക്ക് മനനവും നിധിധ്യാസനവും നിരന്തരമായിട്ട് നമ്മൾ അഭ്യസിക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ ചിത്തവൃത്തികളും നിരോധിക്കണം. അതല്ലാതെ
ജീവാത്മാവിന് ബ്രഹ്മൈക്യത്തിന് വേറെ യാതൊരു വഴിയുമില്ല എന്നാണ്. സങ്കല്പം കൊണ്ടാണ് സംസാരം വെച്ചാൽ സങ്കല്പം ഇല്ലാതെയാക്കണമല്ലോ. അതായത് നമുക്ക് ഈ സംസാര ചക്രത്തിന് അതീതമായിട്ട് പോയിട്ട് ബ്രഹ്മൈക്യം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ ഇത് മാത്രമേ വഴിയുള്ളൂ. ഈ ചിത്തവൃത്തി, പൂർണ്ണമായ ചിത്തവൃത്തി നിരോധം. അധിഗത പരമാർത്ഥതാം ഉപേത്യ പ്രസഭമപാസ്യ വികൽപ്പജാലമുച്ചൈഃ അധിഗമയപദം തദദ്വിതീയം വിതതസുഖായ സുഷുപ്തചിത്തവൃത്തി. എന്നിട്ട് ആ അവിരളമായ ഒരു വിഘ്നമില്ലാത്ത ആത്മ ആനന്ദം അനുഭവിച്ചാലും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം സർഗം നിർത്തണത്. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ഉത്തരകാണ്ഡേ ഷഷ്ഠഃ സർഗ. ഇനി നമുക്കിന്ന് കുറച്ച് ചെയ്യാൻ സമയമുണ്ട്. ഉത്തരകാണ്ഡം 7ാം സർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശിവഭഗവാൻ ശ്രീ മഹാദേവൻ ശ്രീ പാർവതിയോട് പറയണതായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ശ്രീ മഹാദേവ ഉവാച വാൽമീകിനാ ബോധിതോസൗ കുശ സദ്യോ ഗതഭ്രമ അന്തർമുക്തോ ബഹിഃ സർവ മനുകുർവംശ്ചചാര സഹ. വാൽമീകിയാൽ ബോധിത, പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ട, അസൗ കുശ, ഈ കുശൻ അല്ലേ, മുഴുവൻ മനസ്സിലായി. സദ്യ ഗതഭ്രമ, ഉടനെ എല്ലാ ഭ്രമങ്ങളും മായയുടെ ബന്ധമില്ലാതെയായിട്ട്, സഹ അവൻ അന്തർമുക്ത, അവൻ്റെ അന്ധക്കരണത്തിൽ നിന്നും, അതായത് നമ്മുടെ മനസ്സിൽ നിന്നും മുക്തനും, ബഹി സർവം അനുകുർവൻ, അതായത് എല്ലാ പുറത്ത് ശരിക്കും ജീവൻ മുക്തനായ പോലെയായി ആരാ കുശൻ, എന്നാലും പുറത്ത് എല്ലാറ്റിനെയും അനുകരിച്ചുകൊണ്ട് ചചാര സഞ്ചരിച്ചു. എന്താ കഥ അല്ലേ, വാൽമീകി ഉപദേശിച്ചപ്പോൾ കുശന് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതായത് വാൽമീകി കുശനെ ഇങ്ങനെ ബ്രഹ്മതത്വം ധരിപ്പിച്ച ഉടനെ തന്നെ കുശനത് ഉൾക്കൊള്ളാൻ സാധിച്ചു. സംസാരഭ്രമമൊക്കെ നശിച്ചു കുശൻ്റെ. എന്നിട്ടോ ഈ ജീവൻ മുക്തനായി തീർന്നിട്ട് പിന്നെ ജീവൻ മുക്തനായിട്ട് തന്നെ ഈ സംസാര കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സഞ്ചരിച്ചു. അതായത് അഹന്തയും മമതയും പൂർണ്ണമായും ഇല്ലാതെ ഈ സംസാര കാര്യങ്ങളിലൊന്നും ആസക്തിയില്ലാത്തവനായിട്ട്, എന്നാൽ ആസക്തനെ പോലെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ഈ ലോകയാത്ര തുടർന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഈ വാൽമീകിയെ പോലെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗുരു ആത്മതത്വോപദേശം ചെയ്താൽ അപ്പോൾ തന്നെ ബ്രഹ്മജ്ഞാനിയല്ലേ, അങ്ങനെയുള്ള ഉത്കൃഷ്ടനായിട്ടുള്ളൊരു ഗുരു ആത്മതത്വം ഉപദേശിച്ചാൽ ശിഷ്യന് ഉടനെ അത് ഉൾക്കൊള്ളാൻ കഴിയേ. അതാണ് ഉണ്ടായതപ്പോൾ. അതായത് ഒരു ഉണങ്ങിയ വിറകിൽ എത്ര വേഗം തീ പിടിക്കാല്ലേ, അതുപോലെയാണ് വാൽമീകി അത്ര പരിഭാഗം വന്ന മനസ്സായിരുന്നു ശുഗൻ്റെ. എന്നുവെച്ചാൽ വാൽമീകിയല്ലേ എല്ലാ പഠിപ്പിച്ചത് ഗുരുവായിട്ട്. ഇത്ര ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വേഗം മനസ്സൊക്കെ പരിഭാഗം വന്നു. അതുകൊണ്ടാണ് ആത്മതത്വം ഉപദേശിച്ച ഉടനെ ശുഗന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു, ജീവൻ മുക്തനായി. പിന്നെ ഈ സംസാരത്തിന് നിരർത്ഥകമായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മിഥ്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എല്ലാം ഈ ദേഹം വീഴുന്നവരെ അദ്ദേഹം ലോകയാത്ര തുടർന്നു എന്നാണ് പറഞ്ഞേട്ടോ. ശ്രീ മഹാദേവ ഉവാച വാൽമീകിന ബോധിതോസൗ കുശ സദ്യോ ഗതഭ്രമ എന്ന് പറഞ്ഞാൽ സംസാരഭ്രമം ഇല്ലാതെ അന്തർമുക്തോ ബഹിസ്, അന്തർമുക്തനായി മീൻസ് ജീവൻ മുക്തനായിട്ട്, അതായത് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ട് ബഹി സർവമനുകുർവംശ്ചചാരസഹ ഈ ലോകയാത്ര തുടർന്നു. ശരീരം വീണവരെ ലോകയാത്ര വേണമല്ലോ. ഇനി 2 ശ്ലോകം. വാൽമീകിരപിതൗ പ്രാഹ സീതാപുത്രൗ മഹാധിയൗ തത്ര തത്ര ച ഗായന്തൗ പുരേ വീഥിഷു സർവദാ രാമസ്യാഗ്രേ പ്രഗായേതാം ശുശ്രൂഷുര്യതി രാഘവ നഗ്രാഹ്യം വൈ വാഭ്യാം തദ് യതി കിഞ്ചിൽ പ്രദാസ്യതി. മഹാധിയൗ, അതായത് മഹത്തായ ബുദ്ധിയോടുകൂടിയ തൗ സീതാപുത്രൗ, ആ സീതാപുത്രന്മാരോട് വാൽമീകിയും,
അതായത് കുശനോടും ലവനോടും പ്രാഹ പറഞ്ഞു. തത്ര തത്ര അതാത് സ്ഥലങ്ങളിൽ പുരേ വീഥിഷു സർവത എല്ലാ രാജ്യങ്ങളിലും രാജധാനികളിലും ഒരു രാജധാനിയിൽ നിന്ന് വേറൊരു രാജധാനിയിലേക്ക് പോകുമ്പോഴുള്ള വീഥികളിലും അതായത് പാതകളിലും സർവദിക്കിലും ഗായന്തൗ ഇത് ഗാനം ചെയ്തോളൂ. രാഘവ ശുശ്രൂഷുഹു യതി രാഘവൻ ശ്രവിപ്പാൻ ഇച്ഛയുള്ളവനാണെങ്കിൽ, ശ്രീരാമനത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അഗ്രേ പ്രഗായേതാം ശ്രീരാമൻ്റെ മുമ്പിലും ഇത് പാടിക്കോളൂ, പാടണം എന്നർത്ഥം. പ്രഗായേതാം പാടിക്കോളൂ. കിഞ്ചിത് പ്രദാസതി യതി എന്തെങ്കിലും തരുണുണ്ടെങ്കിൽ തത് ന ഗ്രാഹ്യ അത് മേടിക്കണ്ടെന്ന് പറയണം. എന്തെങ്കിലും വല്ലവരും പ്രതിഫലം തന്നാൽ അത് വാങ്ങണ്ട. എന്താ പറയണ? വാൽമീകി കുശനോടും ലവനോടും മഹാബുദ്ധിശാലികളാണ് അവരെ, സീതയുടെ മക്കളെ. അവരോട് വാൽമീകി പറഞ്ഞു, നിങ്ങൾ ഓരോ പട്ടണങ്ങളിലും അവിടുത്തെ രാജധാനികളിലും പിന്നെ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിലേക്ക് പോകുമ്പോഴുള്ള ഈ വീഥികളിലും ഒക്കെ ഈ രാമായണ കാവ്യത്തെ ഗാനം ചെയ്തുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കൂ. മഹാരാജാവായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇതിന് കേൾക്കാൻ ആഗ്രഹം കാണിക്കുകയാണെങ്കിൽ, ഇത് കേൾക്കണം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും നന്നായി പാടിക്കൊടുത്തോളൂ ഈ രാമായണ കാവ്യം. വലതും പ്രതിഫലം തന്നാൽ അത് വാങ്ങണ്ട, അത് സ്വീകരിക്കരുത്. ഇത് പ്രതിഫലത്തിനാവരുത്. രാമായണം ഗാനം ചെയ്യണത് പ്രതിഫലത്തിനായിക്കൊണ്ടാവരുത്. അതുകൊണ്ട് പ്രതിഫലം തന്നാൽ വാങ്ങരുത്, സ്വീകരിക്കരുത് എന്നും പറഞ്ഞു ലവകുശന്മാരോട്. എല്ലാ ദിക്കിലും പാടി നടന്നോളൂ. ഇനി ശ്രീരാമനെ കേൾക്കണം എന്ന് ആഗ്രഹം പറയുകയാണെങ്കിൽ ശ്രീരാമൻ്റെ മുമ്പിലും പാടിക്കോളൂ. പക്ഷെ ആരെന്നും പ്രതിഫലം സ്വീകരിക്കരുത്. വാൽമീകിരപി തൗ പ്രാഹ സീതാപുത്രൗ മഹാധിയൗ തത്ര തത്ര ച ഗായന്തൗ പുരേ വീഥിഷു സർവഥാ രാമസ്യാഗ്രേ പ്രഗായേതാം ശുശ്രൂഷുര്യതി രാഘവഃ ന ഗ്രാഹ്യം വൈ യുവാഭ്യാം തദ്യതി കിഞ്ചിൽ പ്രദാസ്യതി. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം. ഇതി തൗ ചോദിതൗ തത്ര ഗായമാനോ വിചേരതു യഥോക്തമൃഷിണാ പൂർവം തത്ര തത്രാഭ്യഗായതാം. ഇതി ചോദിതൗ തൗ ഇപ്രകാരം പ്രേരിപ്പിക്കപ്പെട്ട ആ 2 കുട്ടികൾ തത്ര ഗായമാനോ അങ്ങനെ എല്ലാ ദിക്കിലും ഗാനം ചെയ്തുകൊണ്ട് വിചേരതു സഞ്ചരിച്ചു. ഋഷിയാൽ പൂർവം യഥാ ഉക്തം മുമ്പ് എപ്രകാരം പറഞ്ഞു ഈ വാൽമീകി മഹർഷി തത്ര തത്ര അഭ്യഗായതാം അവിടെയൊക്കെ പറഞ്ഞ പോലെ പട്ടണങ്ങളിലും വീഥികളിലും ഒക്കെ വാൽമീകി മഹർഷി പറഞ്ഞ പോലെ ഇവർ ഗാനം ചെയ്ത് സഞ്ചരിച്ചു. ഇതി തൗ ചോദിതൗ തത്ര ഗായമാനോ വിചേരതു യഥോക്തം ഋഷിണാ പൂർവം തത്ര തത്രാഭ്യഗായതാം. വാൽമീകി പറഞ്ഞ പോലെ പാടിക്കൊണ്ട് സഞ്ചരിച്ചു. എപ്രകാരമാണ് വാൽമീകി ആദ്യം പഠിപ്പിച്ചത് അതേപോലെ അതിനൊരു മാറ്റം വരുത്താതെ വാൽമീകി പഠിപ്പിച്ച അതേപോലെ ഈ രാമായണ കാവ്യം ചൊല്ലിയിട്ട് മനോഹരമായിട്ട് ഗാനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. 5 താം സംശുശ്രാവ കാകുൽസ്ഥഃ പൂർവചര്യാം തതസ്തതഃ അപൂർവപാഠജാതിം ച ഗേയേന സമഭിപ്ലുതാം. ഗേയേന ഈ ഗാനം കൊണ്ട് സമഭിപ്ലുതാം ഈ ഗാനം നല്ല പ്രസിദ്ധമായി. എല്ലാ ദിക്കിലും പ്രസിദ്ധമായപ്പോൾ വ്യാപിച്ചു. എല്ലാവരും കേട്ടിട്ട് എല്ലാവർക്കും അറിയാം. അഭിപ്ലുതം വെച്ചാൽ നന്നായി വ്യാപിച്ചപ്പോൾ താം പൂർവചര്യാം തൻ്റെ ആ കഥയെ അല്ലെ തൻ്റെ പൂർവചരിത്രത്തെ രാമൻ്റെ കഥ തന്നെയാണല്ലോ പറയണത്. അപൂർവ പാഠജാതി അപൂർവമായ പോലെ പാടുന്നുണ്ട്. വളരെ ആ രീതി പാടിൻ്റെ രീതി മീൻസ് അതിൻ്റെ ആ വാക്കുകളും സമ്പ്രദായവും ഒക്കെ കാകുൽസ്ഥ ശ്രീരാമൻ സംശുശ്രാവ ശ്രദ്ധയോടെ കേട്ടു. അതായത് തൻ്റെ പൂർവചരിത്രം ഇങ്ങനെ ഈ ഒരു ഗാനമായിട്ട് ഒരു കാവ്യമായിട്ട് പിന്നെ എഴുതിയിട്ട് അതിനെ പാടുന്നതിനെയും കാവ്യമായിട്ട് വളരെ മനോഹരമായിട്ട് തൻ്റെ പൂർവചരിത്രത്തെ പാടുന്നതിനെയും ആ ഗാനത്തിൻ്റെ ഒരു അസാധാരണമായിട്ടുള്ള വിശേഷത
ഏയും ശ്രീരാമൻ ശ്രദ്ധാപൂർവം കേട്ടു. ശ്രീരാമനും കേട്ടു. അത് സാധാരണ പോലെ ഒരു പാട്ടല്ല, സാധാരണ പോലുള്ളൊരു സാഹിത്യമല്ല, അത് അത്ര കേമായിട്ടുള്ളൊരു, അത്ര വിശേഷപ്പെട്ട ഈ തൻ്റെ പൂർവ്വചരിത്രം പാടുന്നത് ശ്രീരാമനും കേട്ടു. താം സംശുശ്രാവകാകുൽസ്ഥഃ പൂർവചര്യം തതസ്തത അപൂർവപാഠജാതിം ച ഗേയേന സമഭിപ്ലുതാം. അപൂർവമായിട്ടുള്ള തരത്തിലുള്ളത്. ഇനി 6ഉം 7ഉം. ബാലയോ രാഘവ ശ്രുത്വാ കൗതൂഹലമുപേയിവാൻ അഥ കർമാന്തരേ രാജാ സമാഹൂയ മഹാമുനീൻ. 7. രാജ്ഞശ്ചൈവ നരവ്യാഘ്രഃ പണ്ഡിതാംശ്ചൈവ നൈഗമാൻ പൗരാണികാച്ഛബ്ദവിദോ യേ ച വൃദ്ധാ ദ്വിജാതയഃ ഏതാൻ സർവാൻ സമാഹൂയ ഗായകൗ സംപ്രവേശയത്. രാഘവ, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാൻ, ബാലയോഹോ ശ്രുത്വ, ഈ ബാലന്മാരുടെ ഗാനം കേട്ടിട്ട് കൗതൂഹലം, ഭയങ്കര കൗതുകവും സന്തോഷവും ഉപേയിവാൻ പ്രാപിച്ചു. ആർക്കായാലും കൗതുകം തോന്നും, കുട്ടികളല്ലേ. അധ കർമാന്തരെ, അനന്തരം ഈ യജ്ഞം ചെയ്യാണല്ലോ, യജ്ഞത്തിൻ്റെ മധ്യത്തിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ യജ്ഞത്തിനുള്ള ഹോമവും ഒക്കെ നിർത്തൂലോ. അപ്പോഴാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ള സൂതന്മാർ കഥ പറയുക ഒക്കെ ചെയ്യണത്. അതുപോലെ യജ്ഞത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് എടുക്കുന്ന സമയത്ത്, ഈ ഒഴിവ് സമയത്ത് മഹാമുനിൻ, ഈ മഹാന്മാരായ മുനിമാരെയും രാജാക്കന്മാരെയും പണ്ഡിതൻ, അവിടെ എത്തിച്ചേർന്ന യാഗത്തിൻ്റെ സദസ്സിലത്തെ ആൾക്കാരെ, പണ്ഡിതന്മാരെയും നൈഗമാൻ ച, ആ നഗരവാസികളൊക്കെ ഈ യജ്ഞത്തിനൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ, അവരെയൊക്കെ പൗരാണികാൻ, പുരാണം അറിയുന്നവരെയും ശബ്ദവിധ, വ്യാകരണം പഠിച്ചവരെയും, അതായത് സൂതന്മാർ, പുരാണ പരിചയമുള്ള, പുരാണത്തിൽ നല്ല പരിചയമുള്ള സൂതന്മാരെയും ശബ്ദവിദ്ധ, വ്യാകരണമൊക്കെ പഠിച്ചവരെയും വൃദ്ധ ദ്വിജാതയഃ ച യേ ച, വൃദ്ധന്മാരായ എല്ലാവരിലും അവരാരൊക്കെ ഉണ്ടോ, അതായത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും ഒക്കെ ഉണ്ട്, അവരൊക്കെ ഏതാൻ സർവാൻ സമാഹൂയ, ഇവരെല്ലാം ആഹ്വാനം ചെയ്തിട്ട് നരവ്യാഘ്രഹ രാജാവായിട്ടുള്ള ശ്രീരാമൻ ഗായകന്മാരെ സംപ്രവേശയത് പ്രവേശിപ്പിച്ചു. എന്താ അറിയോ, ഈ കുട്ടികൾ ചെല്ലണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ രാമൻ, ഇതുവരെ ശരിക്കും കേട്ടിട്ടില്ല. അതായത് എല്ലാവരും പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ കുട്ടികളുടെ വിവരം കേട്ടിട്ട് രാമന് ഭയങ്കര സന്തോഷമായി. എൻ്റെ പൂർവ്വചരിത്രം ആരാത്ര ഭംഗിയിൽ പാടണം. അതിനുശേഷം ഒരു ദിവസം ഈ യജ്ഞത്തിന് മധ്യത്തിൽ ഒഴിവ് സമയത്ത്, അതായത് പൂജയും ഹോമമൊന്നും ഇല്ലാത്ത സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ മഹാന്മാരായിട്ടുള്ള മുനിമാർ, രാജാക്കന്മാർ, വിദ്വാൻമാർ, നഗരവാസികൾ, പൗരാണികന്മാർ, വ്യാകരണ പിന്നെ സമർത്ഥന്മാർ, വ്യാകരണം പഠിച്ചവർ, വൃദ്ധന്മാരായിട്ടുള്ള ബ്രാഹ്മണർ, സാക്ഷിയർ, ഇവരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് സഭയിലിരുത്തിയതിന് ശേഷം, അതായത് ഒഴിവ് സമയത്ത്, യജ്ഞത്തിൻ്റെ പൂജയും ഹോമമൊക്കെ ഇല്ലാത്ത ആ ഒഴിവ് സമയത്ത് ഈ ഗായകന്മാരായിട്ടുള്ള ഈ 2 കുട്ടികളോട് സഭയിലേക്ക് വരാൻ പറഞ്ഞു. അവരെ സഭയിലേക്ക് പ്രവേശിപ്പിച്ചു. അവരൊക്കെ വിളിച്ചു വരുത്തി കേൾക്കാൻ സദസ്യരെ എല്ലാം. ഇപ്പം എങ്ങോട്ടും പോകരുത്, നിങ്ങൾ ഈ ബ്രേക്കിൽ എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞിട്ട് അവിടെ യാഗശാലയിൽ തടിച്ചുകൂടിയിരുന്ന എല്ലാവരോടും അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പോയവരെയാണെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് ഈ ബാലകന്മാർ വളരെ ഭംഗിയായിട്ട് പാടുന്നു കേട്ടുല്ലോ, ഈ ബാലകന്മാരെ കുശനെയും ലവനെയും സഭയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. ബാലയോ രാഘവ ശ്രുത്വാ കൗതൂഹലമുപേയിവാൻ അഥ കർമാന്തരേ രാജാ സമാഹൂയ മഹാമുനീൻ രാജ്ഞശ്ചൈവ നരവ്യാഘ്ര. വലിയ വലിയ പ്രധാനികളൊക്കെ ഉണ്ട്, നഗരത്തിലത്തെ പ്രധാനികളൊക്കെ. പണ്ഡിതാംശൈവ നൈഗമാൻ, പണ്ഡിതന്മാർ, പിന്നെ വേദവിത്തുകൾ, പൗരാണികാൻ ശബ്ദവിദോ, ഈ പുരോഹിതന്മാർ, പിന്നെ പൗരാണികന്മാരെ പറഞ്ഞു വെച്ചാൽ ഈ സൂതന്മാരൊക്കെ പുരാണ പരിചയമുള്ളവർ, പിന്നെയോ ഭയങ്കര ശബ്ദവിധോ പറഞ്ഞാൽ വ്യാകരണമൊക്കെ പഠിച്ചവർ, വൃദ്ധ ദ്വിജാതയ, എല്ലാ വർണ്ണങ്ങളിലുമുള്ള വൃദ്ധന്മാർ,
ഏതാൻ സർവാൻ സമാഹൂയ അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഗായകൗ സംപ്രവേശയത് ഈ ഗായകന്മാരെ പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. നാളെ 7 കൂടിയും കഴിഞ്ഞ് നിർത്താം. നാളെ നമുക്ക് 8 തൊട്ട് കണ്ടിന്യൂ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.